തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കൊട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകളാണ് എല്ലാ ജില്ലകളിലും. ഇനി ആലപ്പുഴയിലേക്കാണ് അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നത്. അശ്വിൻ, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ആലപ്പുഴയിൽ വലിയ ആവേശത്തിലേക്കാണ് കാഴ്ചകൾ പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ ശക്തിയാർജിച്ച ഒരു കേന്ദ്രമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണയും പ്രത്യേകിച്ച് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയടക്കം നഗരസഭകളിലേക്ക് പോയാൽ അവിടെയും അതിനുപുറത്തേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് പോയാൽ അവിടെയും എല്ലാം ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ്. ആ സ്വാധീനം ഇത്തവണയും ഊട്ടിയുറപ്പിക്കാനുള്ള ഇടപെടലുകളാണ് LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യത്യസ്തമായും അതിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി കേന്ദ്രങ്ങളിലുമെല്ലാം ഓരോരോ കൊട്ടിക്കലാശങ്ങളാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ലഞ്ചനത്ത് വാർഡിലാണ്. ഇവിടെ LDF ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വാർഡുകളിലും ഇതേ രീതിയിൽ കൊട്ടിക്കലാശം നടക്കുകയാണ്. ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡ് എന്ന് വേണേൽ ലഞ്ചനത്തിന്റെ വാർഡിനെ പറയാം. എന്തായാലും അതിനപ്പുറത്തേക്ക് പോയാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാകെ അതിനപ്പുറത്തേക്ക് 6 മുനിസിപ്പാലിറ്റികളാകെ ആലപ്പുഴ ജില്ലയിലുണ്ട്. അതിൽ 3 LDFും 3 UDFും ഭരിക്കുന്നു. പഞ്ചായത്തിലേക്ക് പോയാൽ 72 പഞ്ചായത്തിൽ 50 ഇടങ്ങളിൽ LDF ആണുള്ളത്. അങ്ങനെ മേൽക്കോയ്മ നിലനിർത്താനാകുമോ LDFനെ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ആലപ്പുഴ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് LDFനെ മറികടന്ന് മുന്നോട്ട് വരാൻ UDF എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJP കൂടി വലിയ സ്വാധീനമായി പലയിടങ്ങളിലും മുന്നോട്ടുണ്ട്. ആലപ്പുഴയിലെ 5 പഞ്ചായത്തുകളിൽ BJPക്ക് വിജയം അവർ ഉറപ്പിച്ചിരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ എന്താകും ജനവിധി എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും കൊച്ചുകുട്ടികളടക്കം ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കലാശക്കൊട്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പേരെന്താ? ആറോടെ വന്നേ സിറാജിനോട് സിറാജിനോട് ഉറപ്പ് ാണ്. എന്താണ് ഇത്തവണ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തവണ ജനങ്ങൾ ഏറ്റെടുത്ത പോലെ തന്നെ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളം മുഴുവൻ ഇപ്രാവശ്യം ചെങ്കൊടി പാറിക്കും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം. എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തുകളും എല്ലാം തന്നെ ഇടതുപക്ഷ മുന്നണി വലിയ വിജയം സ്വന്തമാക്കും. അത്തരം ശരി അശ്വിൻ, ഏതായാലും ആലപ്പുഴയിലും ആവേശ കാഴ്ചകളാണ്. അശ്വിൻ പാലാടിയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ഒപ്പം ചേർന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.